ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ഷേത്രം കണ്ടപ്പോൾ തമിഴ്നാട്ടിൽ എവിടെയോ ആണ് നിൽക്കുന്നതെന്ന് തോന്നിയില്ലേ? പക്ഷേ അല്ല കേട്ടോ, ഇത് കോട്ടയത്താണ്. കോട്ടയത്തു നിന്നും 25 കിലോമീറ്റർ ദൂരത്തിൽ കറുകച്ചാൽ ശാന്തിപുരം എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം. പരപ്പുകാട് ശ്രീ മഹാദേവി ക്ഷേത്രം. തികച്ചും തഞ്ചാവൂർ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം എത്ര ആകർഷകമാണെന്നോ. വിശാലമായ മൈതാനത്തിന് മുന്നിലായി തലയുയർത്തി നിൽക്കുന്ന ക്ഷേത്രഗോപുരങ്ങൾ കണ്ണെടുക്കാതെ നോക്കി നിന്നു പോകും. 91 അടി ഉയരമാണ് പ്രധാന ഗോപുരത്തിന്. അതായത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ഗോപുരത്തിൻ്റെ അത്ര തന്നെ ഉയരമുണ്ട് ഇതിനും. ഇരുവശത്തുമായി കാണുന്ന 2 ഗോപുരങ്ങൾക്കും 57 അടി ഉയരം വീതമാണുള്ളത്. ഈ ക്ഷേത്രം 1998 ചെങ്കോട്ടുകോണം മഠാധിപതി ശ്രീ സത്യാനന്ദ സരസ്വതിയാണ് ശിലാന്യാസം ചെയ്തത്. ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗത്തെ പ്രത്യേകതകളെക്കുറിച്ച് വിവരിക്കുവാൻ വാക്കുകളില്ല. അതിൻ്റെ മനോഹാരിത കണ്ട് അനുഭവിച്ച് തന്നെ അറിയേണ്ടുന്ന ഒന്നാണ്. പ്രധാന ശ്രീകോവിലിന് ഇരുവശത്തുമായി ശ്രീരാമൻ്റെയും ഹനുമാൻ സ്വാമിയുടെയും കൃഷ്ണശിലയിൽ തീർത്ത വിഗ്രഹങ്ങളുണ്ട്. 12.25 അടി ഉയരമാണ് ശ്രീരാമ വിഗ്രഹത്തിന്, 7.25 അടി ഉയരമുണ്ട് ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹത്തിന്. ഒട്ടുമിക്ക ദേവീ ദേവന്മാരും ഉപദേവതമാരായി ക്ഷേത്രത്തിന് ഉൾഭാഗത്ത് തന്നെയുണ്ട്. അത്ര വിശാലമാണ് ഉൾഭാഗവും. മകരമാസത്തിൽ അഥവാ ജനുവരി മാസത്തിൽ പൊങ്കാലയാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങ്. ഉമാമഹേശ്വര പൂജ, സ്വയംവര പുഷ്പാഞ്ജലി, ധന്വന്തരമൂർത്തിക്ക് പ്രത്യേകമായ പൂജ, അങ്ങനെ ധാരാളം വഴിപാടുകൾ ഇവിടെ പ്രധാനമായും ചെയ്തു പോരുന്നുണ്ട്. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ധാരാളം ആളുകൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഇവിടേക്ക് എത്തുന്നുണ്ട്. ഈ ക്ഷേത്രം ഒരു സ്വകാര്യ വ്യക്തിയുടേതാണ്. പരപ്പുകാട്ട് വീട്ടിൽ ശ്രീമതി അമ്മുക്കുട്ടിയമ്മയുടെ ആഗ്രഹപ്രകാരം അവരുടെ മക്കൾ നിർമ്മിച്ചു കൊടുത്തതാണ് ഈ ക്ഷേത്രം. വളരെ ചിട്ടയായും ഭംഗിയായും പരിപാലിച്ചു പോരുന്ന ഈ ക്ഷേത്രവും ഇതിന് ചുറ്റുപാടുമുള്ള ഗ്രാമ അന്തരീക്ഷവും നമ്മുടെ മനസ്സിന് എത്രമാത്രം കുളിർമയാണ് നൽകുന്നതെന്ന്. ഇപ്പോൾ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.